മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമര രീതികളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ആശാവർക്കർമാർ. കഴിഞ്ഞ 256 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സമരം നടത്തി വരികയായിരുന്നു. ഇന്ന് അവരുടെ സമര രീതി ക്ലിഫ് ഹൗസിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് അവർ സമരവുമായി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മഹാറാലിയാണ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ആശാമാർ ഉന്നയിച്ചിരിക്കുന്നത്. സമര രീതികൾ ഇനി മാറും, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, സമര രീതികൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ഇന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമര രീതികൾ വലിയ രീതിയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ആശാവർക്കർമാർ നൽകിയിരിക്കുകയാണ്. നമുക്ക് അവരുടെ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക് പോകും. കഴിഞ്ഞ 256 ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് 50 മീറ്റർ ഇപ്പുറത്തായി കേരളത്തിലെ സ്ത്രീ തൊഴിലാളികൾ അവരുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് സമരം ആരംഭിച്ചിട്ട് ഈ 8 മാസം 256 ദിവസം ഈ സമരം നടത്തിയിട്ട് ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. സഹകരണ സമരമായിരുന്നു. പക്ഷേ കൃഷ്ണൻ പോറ്റി ചെന്നാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ പ്രതിനിധിക്ക് മുഖം കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദാനി വന്നാൽ ഹൃദയപൂർവ്വം കെട്ടിപ്പിടിക്കും, അംബാനി വന്നാൽ കെട്ടിപ്പിടിക്കും, യൂസഫ് അലി വന്നാൽ കെട്ടിപ്പിടിക്കും. ഇതുപോലെയുള്ള പ്രമുഖർ വന്നാൽ അദ്ദേഹത്തിന്റെ വാതിലുകൾ തുറക്കും. ആരുടെ മുന്നിലും ചിരിക്കാത്ത അദ്ദേഹത്തിന്റെ ചിരി വളരുന്നത് നമ്മൾ കാണും. പക്ഷേ പണിയെടുക്കുന്നവന്റെ മുന്നിൽ അദ്ദേഹം മുഖം തിരിച്ചു പിടിക്കും. അതുകൊണ്ടാണ് 8 മാസം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ടോൺമെന്റ് CI ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്നലെ സാറ് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തീരുമാനിച്ചോളൂ. കാരണം ഇന്നലെ വരെ ഈ 255 ദിവസവും പോലീസുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവർ വളരെ സമാധാനപരമായാണ് ഞങ്ങൾ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരന്നപ്പോൾ പോലീസുകാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തി. കാരണം ഈ രീതിയിലാണ് സമരം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇത് ക്ഷമയുടെ നെല്ലിപ്പലകയാണ്. എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്. കഴിഞ്ഞ 256 ദിവസത്തിനുള്ളിൽ CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് M.A. ബേബി അടക്കം CPI-യുടെ ശ്രീ വിനോയ് നിശമടക്കം മുഴുവൻ ആളുകളെയും ഞങ്ങൾ കണ്ടു. മുഴുവൻ മത സാമുദായിക സംഘടനകളെയും കണ്ടു. സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെ കണ്ടു. മല്ലികാ സാരാഭായി, അരുന്ധതി റോയി അടക്കമുള്ള സാർവദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഈ സമരസെറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ചെയ്തില്ല. ഇനി തീരുമാനമെടുക്കേണ്ടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അവസാന ആശ്രയം എന്നുള്ള നിലയിൽ ഇവിടേക്ക് വന്നത്. ഇപ്പോഴും തീരുമാനമറിയണം. ഞങ്ങൾക്കൊരു തീരുമാനം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനമൊട്ടാകെ നിന്ന് ഇവിടെ ഈ ആളുകൾ എത്തിച്ചേരാതിരിക്കാൻ ഒരു ഭരണ സംവിധാനം, അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചു. പക്ഷെ ആയിരങ്ങളായി ഇവിടെ എത്തിച്ചേർന്നു. ഇത് തീയിൽ തൊരുത്തവരാണ്. ഇത് ഒരാൾക്കും പേടിപ്പിക്കുന്നത്.
പോകില്ല. സാർ പോയി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് വരും. ഞങ്ങൾ ഇവിടെ നിൽക്കും. ഈ വെള്ളം ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ പിന്മാറില്ല. തുടർന്ന് ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ശ്രീ VK സദാനന്ദൻ സാറ് ഉദ്ഘാടനം ചെയ്യും. ഈ സമരം തുടങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ അവഹേളനങ്ങളും അപമാനിക്കലുകളും ആക്ഷേപങ്ങളും കേട്ടാണ് സാറ് നമ്മുടെ സമരത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിലോട് കൊടികെട്ടിയ സ്ത്രീകളുടെ നേതാക്കന്മാർക്കും അവകാശപ്പെടാനില്ലാത്ത സ്ഥാനമാണ് സഖാവ് VK സദാനന്ദൻ ഈ സമരത്തിലൂടെ ഈ കേരളത്തിൽ നേടിയെടുത്തത്. സാറിന്റെ ബഹുമാനപ്പെട്ട സ്ഥലം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുകയാണ്. ഐതിഹാസികമായ പോരാട്ടത്തിൽ ചേച്ചി റോസമ്മ ചേച്ചി ഒരു മിനിറ്റ് സാർ സംസാരിക്കും. ഈ ഐതിഹാസിക പോരാട്ടത്തിൽ അണിനിരന്നിട്ടുള്ള ആശാ സഹോദരിമാരെ, ഈ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനനായകന്മാരെ, സാംസ്കാരിക പ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, 256 ദിവസമാണ് കേരളത്തിലെ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 256 ദിവസം നടക്കുന്ന മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടക്കുന്ന ക്ലിഫ് ഹൗസിലേക്ക് നടക്കുന്ന ഈ മാർച്ചിൽ ഇതിന്റെ പ്രഖ്യാപന സമയത്ത് തന്നെ നമ്മൾ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ നടത്തിയിരിക്കുന്ന സമരങ്ങൾ തീർച്ചയായും സഹന സമരത്തിൻ്റെതാണ്. ഒരു തരത്തിലുമുള്ള എടുത്തുചാട്ടങ്ങൾ നടത്താത്ത സമരമാണ്. ഒരു തരത്തിലും നമ്മൾ കാര്യമായ രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയിട്ടില്ല. ഇത് നിയമലംഘന സമരമാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് കാണണം. മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? 256 ദിവസമായി അങ്ങയുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റിന് മുമ്പിൽ കേരളത്തിൽ ഏറ്റവും നിസ്സഹായ, ഏറ്റവും അടിത്തട്ടിൽ പണിയെടുക്കുന്ന ദരിദ്രരായ സ്ത്രീ തൊഴിലാളികൾ ഒരു സമരം നടത്തുകയാണ്. എന്താണ് ആവശ്യം? പട്ടിണിയില്ലാതെ ജീവിക്കാൻ ആവശ്യമായ ഒരു പ്രതിഫലം തരണം. ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന 233 രൂപയുടെ സ്ഥാനത്ത് അതൽപ്പം കൂട്ടിത്തരണം. 62 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഒരു നിശ്ചിതമായ തുക, ഏറ്റവും ചുരുങ്ങിയത് 8 സംസ്ഥാനങ്ങളിൽ, ബംഗാളിലും ഹരിയാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ നൽകുന്നത് പോലെ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് നൽകണം. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ പ്രധാന ആവശ്യങ്ങളോട് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്രമാത്രം കർക്കശബുദ്ധിയോടുകൂടി, അങ്ങേയറ്റം ക്രുദ്ധമായി, അധികാര പ്രബുദ്ധതയോടുകൂടി പെരുമാറുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഭൂതപൂർവമായ പിന്തുണ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് നമ്മുടെ പൊതുസമൂഹം ഇന്ന് വരെ കാണിച്ചിട്ടില്ലാത്ത വിധത്തിൽ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്ന് പോലും ഡൽഹിയിലൊക്കെ വരുന്ന ആളുകൾ അവിടെ വന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ്, സംഭാവന നൽകുകയാണ്, അവരുടെ കയ്യിലുള്ള തുക. ആ രീതിയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് സംഘടനകൾ, വളരെ പ്രധാനപ്പെട്ട സംഘടനകൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ ഗവൺമെന്റിന് കത്തയച്ചു. നിങ്ങൾ ഈ സമരം ഒത്തുതീർപ്പാക്കണം. ഇത് വെറും 26,125 കേരളത്തിലെ ആശമാരുടെ മാത്രം ആവശ്യമല്ല. ഇത്
പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും ഈ സംസ്ഥാനത്ത് പുറത്തു പണിയെടുക്കുന്ന തൊഴിലാളികളെ സ്ത്രീ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ നെറികേടിനെതിരെയുള്ള സമരമാണ് ഇത്. ഈ കേരളത്തിലെ ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ ഏത് സർക്കാരാണ് ഇത് അംഗീകരിക്കുന്നില്ല? കേരളം ആകെ ഉള്ള ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ഇന്ന് നിലനിൽക്കുന്ന സംസ്ഥാനം എന്നാണല്ലോ നിങ്ങൾ വീമ്പ് പറയുന്നത്. എന്താണ് ഇടതുപക്ഷം, എന്താണ് ജനാധിപത്യം? അതിന് ഒരു ഉരകല്ലേ ഉള്ളൂ. സമരങ്ങളോട്, പ്രത്യേകിച്ചും തൊഴിൽ സമരങ്ങളോട് ഒരു സർക്കാർ എന്ത് നിലപാട് കൈക്കൊള്ളുന്നു എന്നതാണ് അതിന്റെ ഉരകൽ. ഇടതുപക്ഷത്തിന്റെ ഉരകൽ അതാണ്. എന്നാൽ ആ ഉരകലിന് മുഴുവൻ പോയിരിക്കുന്നു. ഈ സർക്കാർ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തൊഴിലാളി വിരുദ്ധമായി, ഏറ്റവും ജനകീയ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി, ഏറ്റവും സ്ത്രീ വിരുദ്ധമായി പെരുമാറുന്ന സർക്കാരാണ് എന്ന് നിസ്സംശയം പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കേറെ പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങളുടെ മുമ്പാകെയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി M.A. ബിന്ദുവിനേത് കൃത്യമായി പറഞ്ഞു. ഈ സർക്കാർ ആരുടെ പക്ഷത്താണ്? പണിയെടുക്കുന്നവരുടെ പക്ഷത്താണോ, അതല്ലെങ്കിൽ തൊഴിലുടമയുടെ, മുതലാളികളുടെ, കോർപ്പറേറ്റുകളുടെ പക്ഷത്താണോ? ഇതാണ് ചോദ്യം. അത് സ്ത്രീകളോട് 16-18 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി പണിയെടുക്കുന്ന സ്ത്രീകളോട് അല്പം പോലും കരുണ കാണിക്കാത്ത, ഒരല്പം ജനാധിപത്യ മര്യാദ കാണിക്കാത്ത ഒരു ഗവൺമെന്റായി നിങ്ങൾ മാറിയിരിക്കുന്നു. ചരിത്രത്തിൽ അതാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് ഉറപ്പിക്കുന്ന സമരമായി ആശാ സമരം മാറിയിരിക്കുന്നു. നമ്മൾ മുമ്പോട്ട് പോകും, നമ്മൾ മുമ്പോട്ട് പോകും. കുറച്ച് സ്ത്രീകൾ ഇവിടെ ഇരുന്ന് 4 ദിവസം സമരം ചെയ്ത് പിരിഞ്ഞു പോകുമെന്നായിരുന്നു നിങ്ങളുടെ വ്യാമോഹം. അത് തിരുത്തിയിരിക്കുന്നു. എത്ര കാലം നിൽക്കേണ്ടി വന്നാലും നിങ്ങളുടെ മുമ്പിൽ ഈ സ്ത്രീ തൊഴിലാളികൾ മുട്ടുമടക്കാൻ തയ്യാറല്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ സമരം ചെയ്തു കയറി വന്ന ആളെന്ന് പറയുന്ന മുഖ്യമന്ത്രി, സമരങ്ങൾക്കിടയിലൂടെ വന്നവരാണ് ഞങ്ങളെല്ലാം എന്ന് പറയുന്ന മന്ത്രി പുങ്കവന്മാരെ, നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിർണയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്ത് നമ്മളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർക്കും എന്ന കാര്യം നോക്കാം. നമുക്ക് അതിനുവേണ്ടി അങ്ങയെ കേൾക്കാനെത്തിയിരിക്കുന്ന ഈ സ്ത്രീ തൊഴിലാളികൾക്ക് അങ്ങനെ പറയാനുണ്ട് എന്ന് കേൾക്കാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ സമരം മുമ്പോട്ട് പോവുകയാണ്.